എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇക്കിഗായി എന്നൊരു ജാപ്പനീസ് ആശയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷേ ദീർഘവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിലേക്കുള്ള താക്കോലായിരിക്കാം അത്. അപ്പൊ ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് ശാന്തമായൊന്ന് യാത്ര ചെയ്താലോ? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ഒരു വലിയ ചോദ്യം തന്നെയല്ലേ? എന്താണ് ശരിക്കും ജീവിതം? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരൊറ്റ കാര്യം അതെന്താണ്? ആ ഒരു ഉത്തരത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ജപ്പാനിലെ ഒക്കിനാവ എന്നൊരു കുഞ്ഞു ദ്വീപിലേക്ക്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ബ്ലൂ സോണാണ്. അതായത് ലോകത്ത് മനുഷ്യർ ഏറ്റവും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഒരിടം. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ശരി, എന്തായിരിക്കും ഈ ഒക്കിനാവക്കാരുടെ ദീർഘായുസ്സിന്റെ രഹസ്യം? നമുക്കതിലേക്ക് കടക്കാം. അവരുടെ ഈ ദീർഘായുസ്സിന്റെ രഹസ്യം വലിയ കഠിനമായ വ്യായാമങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റായ ഡയറ്റോ ഒന്നും അല്ല കേട്ടോ. അതിലും എത്രയോ ലളിതമാണ് കാര്യങ്ങൾ. അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ, തലമുറകളായി അവർ കൈമാറി വരുന്ന കുറച്ച് സിമ്പിൾ ശീലങ്ങൾ, അതാണ് അവരുടെ ശക്തി. എന്തൊക്കെയാണവ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അവരുടെ രഹസ്യങ്ങളിലെ ഒന്നാമത്തെ താക്കോൽ അത് ഭക്ഷണമാണ്. അവര് പറയുന്നൊരു കാര്യമുണ്ട്, വയറ് പൊട്ടുന്നതുവരെ കഴിക്കരുതെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത് എന്നല്ലേ? അവിടെയാണ് ഹരഹാച്ചി ബു എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. സിമ്പിളായി പറഞ്ഞാല് നമ്മുടെ വയറിന്റെ 80% മാത്രം നിറയുന്നതുവരെ കഴിക്കുക, പൂർണ്ണമായി നിറയുന്നതിന് തൊട്ടു മുൻപ് നിർത്തുക. ഇത് ഓവറായിട്ട് കഴിക്കുന്നത് തടയുമെന്ന് മാത്രമല്ല, ദഹനം എളുപ്പമാക്കും, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഊർജം ലാഭിക്കാനും പറ്റും. ഓർക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ 80%. അതായത് വയറ് നിറഞ്ഞു ഇന്ന് തോന്നുന്ന ആ ഒരു നിമിഷം, അതിന് തൊട്ടു മുൻപങ്ങ് നിർത്തുക. ഇതൊരു ചെറിയ ശീലമായി തോന്നാമെങ്കിലും കാലക്രമേണ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും പ്രായമാവുന്ന ആ പ്രോസസ്സ് ഒന്ന് പതിയാക്കാനൊക്കെ ഇതൊരുപാട് സഹായിക്കും. ഇനി അവരുടെ ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പോഷകങ്ങൾ ഒരുപാടുള്ള ഭക്ഷണമാണ് അവരുടേത്. മധുരക്കിഴങ്ങ്, ടോഫു, ഒരുപാട് തരം പച്ചക്കറികൾ, ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കും. ഒരു ദിവസം ഏതാണ്ട് 18 തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമത്രേ. ഒരു മഴവില്ല് പോലെ പല നിറത്തിലുള്ള ഭക്ഷണങ്ങൾ. അപ്പൊ പിന്നെ ശരീരത്തിന് വേണ്ടതൊക്കെ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോ അടുത്ത താക്കോലിലേക്ക് പോകാം. അത് ചലനമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചലനമല്ല ഇത്. ഒക്കിനാവയില് റിട്ടയർമെന്റ് എന്നൊരു വാക്കില്ല. അവർക്കിഷ്ടമുള്ള, അവരുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യങ്ങൾ അതവർ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതവരെ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും ചെറുപ്പമായി നിർത്തുന്നു. കാരണമെന്താ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ അവർക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇതിന്റെ രഹസ്യം ജിമ്മിൽ പോയി ഭയങ്കരമായി വർക്കൗട്ട് ചെയ്യുന്നതൊന്നുമല്ല. പകരം അവരുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായ ചെറിയ ചെറിയ ചലനങ്ങളാണ്. ഇപ്പോ പൂന്തോട്ടത്തിൽ കുറച്ചുനേരം പണിയെടുക്കുക, നടക്കാൻ പോവുക, കൂട്ടുകാരുടെ കൂടെ ഡാൻസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിന്റെയൊക്കെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒക്കിനാവക്കാർ നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു പാഠമുണ്ട്. ഒരു പക്ഷേ ഇതായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് സമൂഹം അഥവാ കമ്മ്യൂണിറ്റി. അവരുടെ ഇടയിൽ മൊവായി എന്നൊരു സംഗതിയുണ്ട്. ഇതൊരു സാധാരണ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ല. ഇതൊരു ആജീവനാന്ത സപ്പോർട്ട് സിസ്റ്റം പോലെയാണ്. കുട്ടിക്കാലത്തെ അവർ ചെറിയ ഗ്രൂപ്പുകളുണ്ടാക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തിലും ദുഃഖത്തിലും സാമ്പത്തികമായും വൈകാരികമായും അവർ പരസ്പരം താങ്ങും തണലുമായുണ്ടാകും. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ, ഈ ആഴത്തിലുള്ള ബന്ധങ്ങളില്ലേ, അത് അവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒരു വലിയ കവചം പോലെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ അവർക്ക് ഒരിക്കലും വരില്ല. അപ്പൊ നോക്കൂ, നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, ചലനത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ സമൂഹത്തെക്കുറിച്ചും. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചു ചേരുമ്പോഴാണ് നമ്മൾ ആ പ്രധാനപ്പെട്ട ആശയത്തിലേക്കെത്തുന്നത്, ഇക്കിഗായി. എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരട് അതാണ്. ഈ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് പിന്നിലുള്ള യഥാർത്ഥ ഡ്രൈവിംഗ് ഫോഴ്സ് ഇക്കിഗായിയാണ്. കാരണം ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ വേണ്ടി നിങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ ആരോഗ്യവും ബന്ധങ്ങളുമൊക്കെ ശ്രദ്ധിക്കും, അല്ലേ? ഇതാണ് ഇക്കിഗായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് 4 സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1. നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? 2. നിങ്ങൾ എന്തിലാണ് ശരിക്കും കഴിവുള്ളയാൾ? 3. ഈ ലോകത്തിന് നിങ്ങളെക്കൊണ്ട് എന്താവശ്യമുണ്ട്? 4. ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക? ഈ 4 കാര്യങ്ങളും ഒരുമിച്ചു വരുന്ന ആ ഒരു പോയിന്റില്ലേ,
അതാണ് നിങ്ങളുടെ ഇക്കിഗായ്. അപ്പോ ഒക്കിനാവയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇവയാണ്: 1. ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുക. 2. എപ്പോഴും സൗമ്യമായി ചലിച്ചുകൊണ്ടിരിക്കുക. 3. നമ്മുടെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും പരിപാലിക്കുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതലക്ഷ്യം കണ്ടെത്തുക. അപ്പോ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് രാവിലെ ഉണരാനുള്ള നിങ്ങളുടെ കാരണം? എന്താണ് നിങ്ങളുടെ ഇക്കിഗായ്? നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു തുടക്കമാവട്ടെ.